ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു അഡാർ ഐറ്റം ഉണ്ടാക്കാം. ഈ ഐറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതെന്താ സംഭവമെന്ന്. എൻ്റെ ഒരു വേർഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ, അസോർട്ടഡ് ബ്രൗണീസ്. അപ്പോൾ ഇതിൽ നമ്മൾ 3 ഫ്ലേവറാണ് വരുന്നത്. ലോട്ടസ് ബിസ്കോഫിൻ്റെത്, അതുപോലെ തന്നെ പിസ്താഷ്യൂ ക്രീം, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ്. അഡാറായിട്ട് എന്ന് പറഞ്ഞാൽ അഡാറായിട്ടാണ് കേട്ടോ. നിങ്ങൾ ചോക്ലേറ്റ് ബ്രൗണി കഴിച്ചിട്ടില്ലെങ്കിലും സാരമില്ല, പക്ഷേ ഈ ഒരു ലോട്ടസ് ബ്രൗണി കഴിക്കാണെന്നാലല്ലേ അതിപ്പോൾ നിങ്ങൾക്ക് നഷ്ടം തന്നെ ഉണ്ടാവാം. അത്രയും പൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫഡ്ജി ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുട്ടൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മെയ്ഡുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതായത് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് മിൽക്ക് മെയ്ഡുമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പൊതുവേ ഫഡ്ജി ബ്രൗണി ഉണ്ടാക്കുന്ന നേരം ഞാൻ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യൽ പകുതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നോർമൽ ബ്രൗണീസ് കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, ഫ്രൈ പാന്. ചൂടായി വരുമ്പോൾ 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർക്കാം കേട്ടോ. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 50 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് എന്താ പറയുക ചൂടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ മെൽട്ടായിട്ട് കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ അപ്പോൾ ചോക്ലേറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയില്ലേ അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതാ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ അരിക്കുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബൗളിൽ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് അരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും അരിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ലംസൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിക്കാൻ പറയുന്നത്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ലോ സ്പീഡിൽ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാ. കാരണം ഇത് കേക്കല്ലല്ലോ, നമ്മൾ ഇപ്പോൾ ബ്രൗണി ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ ഇതാ നമ്മുടെ മൈദ മിക്സ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ ചോക്ലേറ്റ് എന്തിനാണ് ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂയി ആയിട്ടുള്ള ഫഡ്ജി ബ്രൗണി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം ചോക്ലേറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഡാർക്കും മിൽക്കും ആഡ് ചെയ്യാൻ കാരണം ഈ 2 ചോക്ലേറ്റും ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ. വെറും ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാകുമ്പോൾ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നതൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്നുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി കൊട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരേ റൊട്ടേഷനിൽ തന്നെ മിക്സ് ആക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ അളവ് ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനീ പറയുന്ന അളവിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബ്രൗണി സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് വിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ആ ഒരു ബാറ്ററിൻ്റെ ഫോം ഒന്ന് നോക്കിക്കേ, നല്ലൊരു എന്താ പറയുക നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ചിട്ട്
ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മേലിൽ ഇങ്ങനെ പൊന്തിയ പോലെയായിട്ട് കിട്ടും. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് മാത്രം നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170യിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് മോന്തിക്കത്തെ 11:30 മണിയായിന്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ബ്രൗണി ഇല്ലേ പെർഫെക്റ്റ് ആയെന്ന് കാണണമെങ്കിൽ മേലത്തെ ആ ക്രിങ്കിൾ നോക്കിയാൽ മതി. ആ ഒരു ചോക്ലേറ്റ് നല്ല ക്രിങ്കിളായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി നമുക്കിത് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഇത് 4ആയിട്ട് കട്ട് ചെയ്യാട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് സ്ക്വയർ ഷേപ്പിലും ഒരു മോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 kgൻ്റെ ആ ഒരു ബാറ്ററാണ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ 4 ലെയർ ആക്കിയിട്ട് ഓരോ സൈഡിലും ഓരോ ഫ്ലേവർ എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പിസ്താഷ്യൂ ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ പിസ്താഷ്യും ഒരു സൈഡിൽ ചോക്ലേറ്റ് ഗനാഷും 2 സൈഡിൽ ലോട്ടസ് ബിസ്കോഫിൻ്റെ ആ ഒരു സ്പ്രെഡ് ഉണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിലും നമുക്ക് ലോട്ടസ് ബിസ്കോഫിൻ്റെ ആ ഒരു സ്പ്രെഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലിൽ അതായത് ലോട്ടസ് ബിസ്കോഫിൻ്റെ മേലയിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്തായാലും ഒരു കിടിലനായിട്ടാണ്. ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ബൈ.